നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മുടെ വക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്താക്കി തന്ന ഒരു കാര്യമാണ്, ഒരാൾക്ക് ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന് അഖീഖത്ത് അറുക്കുക എന്നത്. വയുന്തബു ലിമൻ തൽസമുഹു നഫഖത്തു ഫർഇഹി, താൻ ചെലവ് കൊടുക്കേണ്ടതായ ഒരു കുഞ്ഞ് അത് ജനിച്ചാൽ ആ കുഞ്ഞിന് അഖീഖത്ത് അറുക്കൽ സുന്നത്താണ്. അഖീഖത്ത് അറുക്കൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായ പിതാവിൻ്റെ പേരിലാണ് അഖീഖത്ത് അറുക്കൽ സുന്നത്തുള്ളത്. അത് പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് എടുത്തിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. കുട്ടിയുടെ സ്വത്തിൽ നിന്നല്ല, പിതാവിൻ്റെ സ്വത്തിൽ നിന്നിട്ട്. പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് അതെടുത്തിട്ട് അഖീഖത്ത് അറുക്കേണ്ടതാണ്. ഇവിടെ അതിന് കൂടുതൽ സ്വത്ത് വേണമെന്നൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന ഫിത്ർ സക്കാത്തിന്റെ ആ രൂപത്തിൽ തന്നെയാണ് ഈ അഖീഖത്തും സുന്നത്താകുന്നത്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾ തൻ്റെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അതേപോലെ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയവരുടെ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം കഴിച്ച് പെരുന്നാൾ ദിവസത്തിൻ്റെയും ആ പെരുന്നാൾ ദിവസത്തിൻ്റെ പകൽ കഴിഞ്ഞ രാത്രിയുടെയും ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, വസ്ത്രമൊക്കെ കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ, കടവുമില്ലെങ്കിൽ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതേപോലെ തന്നെയാണ് അഖീഖത്തും. അഖീഖത്ത് അറുക്കൽ സുന്നത്താകുന്നത് 60 ദിവസം പ്രസവിച്ച് 60 ദിവസത്തിന്റെ ഇടയിലായി ഈ പിതാവിന് ഇങ്ങനെ അറുത്തു കൊടുക്കാൻ കഴിവുണ്ടായാൽ അത് സുന്നത്താണ്. അഖീഖത്തിന്റെ സമയം പ്രസവിച്ച ഉടനെ, പ്രസവിച്ചത് മുതൽ പ്രായപൂർത്തി എത്തുന്നത് വരേക്കും അഖീഖത്ത് അറുത്ത് കൊടുക്കാവുന്നതാണ്. പ്രസവിച്ചത് മുതൽ പ്രായപൂർത്തി എത്തുന്നത് വരെ, കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് വരേക്കും അഖീഖത്ത് അറുത്ത് കൊടുക്കാവുന്നതാണ്. അതിന്റെ സുന്നത്തിന്റെ സമയം അത്രയുണ്ട്. അതിന്റെ ഇടയിൽ ഏത് ദിവസവും ആകാം. പ്രസവിച്ച അന്നാകാം, പിറ്റേ ദിവസമാകാം, 3-ന്റെ അന്നാകാം, 7-ന്റെ അന്നാകാം. ഏറ്റവും അഫ്ളല് 7-ന്റെ അന്നാവലാണ്. 7-ന്റെ അന്ന് ആയിട്ടില്ലെങ്കിലും അഖീഖത്ത് അറുത്ത കൂലി കിട്ടും. 7 പറ്റിയില്ല, എന്തെങ്കിലും അസൗകര്യം കൊണ്ട് 7 അറക്കാൻ പറ്റിയില്ല, 7-ന്റെ തലേദിവസം 6-ന് അറക്കാം, 5-ന് അറക്കാം, 10-ന് അറക്കാം, 11-ന് അറക്കാം. പക്ഷേ ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത് 7-ന് അറക്കുക. 7-ന് പറ്റിയില്ലെങ്കിൽ 14-ന് അറക്കുക, 14-ന് പറ്റിയില്ലെങ്കിൽ 21-ന് അറക്കുക. ഇങ്ങനെയാണ് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത്. ഏത് ദിവസവും അറക്കാം. പ്രസവിച്ചതിന് ശേഷം, പ്രസവിക്കുമ്പോൾ കുഞ്ഞിന് ജീവനുണ്ടായാൽ, ജീവനുള്ള കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിനാണ് അറക്കൽ സുന്നത്തുള്ളത്. പ്രസവിച്ചതിന് ശേഷം ജീവനുള്ള കുട്ടിയെ പ്രസവിക്കപ്പെട്ടതിന് ശേഷം ആ കുട്ടി മരിച്ചുപോയി, അത് 7-ന്റെ മുമ്പ് മരിച്ചുപോയി അല്ലെങ്കിൽ 7-ന്റെ ശേഷം മരിച്ചുപോയി, എന്നിരുന്നാലും അറക്കൽ സുന്നത്താണ്. ആ കുട്ടി 7-ന്റെ മുമ്പ് മരിച്ചാലും 7-ന്റെ ശേഷം മരിച്ചാലും പ്രസവിക്കുന്ന അവസരത്തിൽ ആ കുട്ടിക്ക് ജീവനുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഹഖീഖത്ത് അറക്കൽ സുന്നത്താണ്. അതിന്റെ സമയം ആ കുട്ടി പ്രായപൂർത്തി എത്തുന്നവരേക്കും അതിന്റെ ഇടയിൽ അർത്താൽ മതി. പ്രായപൂർത്തി എത്തുന്നവരേക്കും അത് നീണ്ടുപോകും. പക്ഷെ ഒരാളെ ഹഖീഖത്ത് അറക്കാൻ അവന്റെ മേലിൽ ഈ സുന്നത്തായ കർമ്മം സുന്നത്താകുന്നത് ഈ 60 ദിവസം. പ്രസവരക്തം, ഒരു സ്ത്രീയുടെ പ്രസവരക്തം കവിഞ്ഞാൽ 60 ദിവസമാണ്. സാധാരണഗതിയിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 40 ദിവസം ഉണ്ടാകും സാധാരണഗതി. അതിനേക്കാളും കുറയാം, കൂടുതലാകാം. 60-ന്റെ അപ്പുറത്ത് ഒരു പ്രസവരക്തം ഉണ്ടാവില്ല. ഉണ്ടായാൽ അത് ബ്ലീഡിംഗ് ആയിട്ടേ പരിഗണിക്കുള്ളൂ. 6-7 ദിവസമാണ് ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവുക. കവിഞ്ഞാൽ അത് 15 ദിവസമാണ്.
15 ദിവസവും കഴിഞ്ഞാൽ വീണ്ടും സ്ത്രീക്ക് ബ്ലഡ് വന്നാൽ, രക്തം വന്നാൽ അത് ബ്ലീഡിംഗ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുക, ഇസ്തിഹാദത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇസ്തിഹാദത്ത് അത് അശുദ്ധിയല്ല, അതൊരു രോഗമാണ്. ബ്ലീഡിംഗ് ഉള്ള പെണ്ണ് അവൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം. അത് ഒരു അശുദ്ധിയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല, രോഗമായിട്ട് പരിഗണിക്കുള്ളൂ. അപ്പൊ ഈ 60 ദിവസത്തിന്റെ ഉള്ളിൽ ഇവർക്ക് ഇങ്ങനെ കഴിവ് വന്നാൽ, ഇങ്ങനെ എന്നാൽ കുറെ പൈസ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ആശ്രിതർ ഇവർക്കൊക്കെ കൊടുക്കാനുള്ള ഭക്ഷണവും ചെലവും പാർപ്പിടവും ഒക്കെ കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അറുത്ത് കൊടുത്തോളണം. 2 വയസ്സ് തികഞ്ഞ ആട്, നമ്മളെ നാട്ടിൽ കിട്ടുന്ന കോലാട് 2 വയസ്സ് തികഞ്ഞത്, അതേപോലെ തന്നെ പോത്ത്, മൂരി, കാള പോലത്തെ അതും 2 വയസ്സ് തികഞ്ഞത്. ആ 2 വയസ്സ് തികഞ്ഞ ഉദഹീയത്തിന് പറ്റുന്ന രൂപത്തിലുള്ള മൃഗത്തെ തന്നെയാണ് അറുക്കേണ്ടത്. അങ്ങനെ പ്രായപൂർത്തി എത്തിയതിനു ശേഷമോ, പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഒരു പിതാവ് തന്റെ കുട്ടിയുടെ അക്കീക്കത്ത് അറുക്കുകയാണെങ്കിൽ ആ പിതാവിന് ആ കുട്ടിയുടെ സമ്മതം വേണം. അപ്പോൾ കുട്ടിയല്ല, ഓ മനുഷ്യനായിപ്പോയി. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനായിപ്പോയി, പിന്നെ കുട്ടി എന്ന് പറയാൻ പറ്റൂല. പ്രായപൂർത്തി എത്തിയ എല്ലാവരും റജുൽ, പുരുഷൻ, മനുഷ്യനായി, സ്ത്രീയായി. പുരുഷൻ പ്രായപൂർത്തി എത്തുന്നത് 15 വയസ്സായി കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തും. അപ്പോൾ അവനക്ക് 15 വയസ്സായി എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടി പഴയ കാലത്ത് അതും അറിയില്ല, 15 വയസ്സ് പൂർത്തിയായത് അറിയില്ല. അപ്പോൾ അതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് ശബ്ദത്തിൽ മാറ്റം വന്നാൽ, ശബ്ദത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ മീശ മുളക്കാൻ തുടങ്ങിയാൽ, രോമങ്ങൾ മുളക്കാനൊക്കെ തുടങ്ങിയാൽ പ്രായപൂർത്തി എത്തി എന്നതിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് 15 വയസ്സ് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 15 വയസ്സിന്റെ മുമ്പ് ചിലപ്പോൾ ആർത്തവം അവൾക്ക് 9 വയസ്സിൽ തന്നെ ആർത്തവം ഉണ്ടാകും. 9 വയസ്സിൽ തന്നെ പെണ്ണിന് ആർത്തവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ ആർത്തവത്തോടു കൂടെ തന്നെ പെണ്ണ് പ്രായപൂർത്തിയാകും. എങ്ങനെയായിരുന്നാലും ഒരു 15 വയസ്സിന്റെ മുകളിലുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടി എന്ന് പറയില്ല. 15 വയസ്സിന്റെ മുകളിലായി കഴിഞ്ഞാൽ അവള് ഒരു പരിപൂർണ പെണ്ണായി മാറി. എങ്ങനെയായിരുന്നാലും അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ പ്രായപൂർത്തി എത്തിയ, അറക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ അറക്കാൻ കഴിയാതെ വന്നാൽ പ്രായപൂർത്തി എത്തിയ കുട്ടിന്റെ ഹക്കീക്കത്ത് നമുക്ക് അറക്കാം, പക്ഷെ അത് സമ്മതം വേണം. അങ്ങനെ പ്രായപൂർത്തി എത്തിയ ആൾക്ക് അവര് കുറെ കഴിഞ്ഞിട്ട് ഓർക്കും സ്വന്തം നിലക്ക് അറക്കാം. പിന്നെ പിതാവിന് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളൊക്കെ ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഹക്കീക്കത്ത് അറുത്തു കൊടുക്കാൻ വാപ്പാക്ക് കഴിഞ്ഞോളന്നില്ല. എൻ്റെ വാപ്പാക്ക് എൻ്റെ ഹക്കീക്കത്ത് അറുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹക്കീക്കത്ത് ഞാൻ അറുത്തു. എൻ്റെ എല്ലാ മക്കളുടെയും ഹക്കീക്കത്ത്, 7 മക്കളല്ല എനിക്ക് തന്നോ, 7 മക്കളെ ഹക്കീക്കത്തും ഞാൻ അറുത്തു. കുറെ കഴിഞ്ഞിട്ടാണ് അറുത്തത്, അന്ന് അറക്കാനൊന്നും പറ്റിയില്ല, കുറെ കഴിഞ്ഞിട്ടാണ് അത് അറുത്തത്. അങ്ങനെ നമുക്ക് അറക്കാൻ പറ്റും. പ്രായപൂർത്തി എത്തിയതിന്റെ ശേഷവും ഞാൻ കുട്ടിയോട് അറുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒലാവുമ്പോൾ ഒരു സംഭവം ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വന്തം നഫ്സിനെ തൊട്ട്, അഥവാ അവിടുത്തെ ഹക്കീക്കത്ത് അവിടെ നിന്ന് തന്നെ അറുത്തിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ അബ്ദുൽ മുത്തലിബ് ഹക്കീക്കത്ത് അറുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ഹക്കീക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിനെ അറുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷം നമുക്കത് അറക്കാവുന്നതാണ്, അതിലേക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ അറക്കുമ്പോൾ അതിന്റെ ഏറ്റവും അഫ്ളലായ സമയം, ഹക്കീക്കത്ത് അറക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം അറുക്കുന്ന ദിവസം. ആ അറുക്കുന്ന സമയം സൂര്യൻ ഉദിച്ചു വരുന്ന അവസരത്തിലാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന അവസരത്തിൽ, ഇപ്പൊ എപ്പോഴാ ഉദയം, എത്ര മണിക്കാ? 43-നാണ് ആ സമയത്ത്. എപ്പോഴാണോ ഉദയമെങ്കിൽ ആ സമയത്ത്. ഹക്കീക്കത്തിന്റെ പ്രത്യേകതയാണ്. ഹക്കീക്കത്തിന്റെ പ്രത്യേകത അങ്ങനെ അറുക്കലാണ് അഫ്ളൽ. അത് ചെയ്തില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മളെ സൗകര്യത്തിന് അറക്കാം. ആ സമയത്ത് കന്നിനെ കിട്ടലും അതേപോലെ തന്നെ അറവുകാരനെ കിട്ടലും മറ്റൊക്കെ ചിലപ്പം പ്രയാസമാവും. പക്ഷെ അത് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് നോക്കിയിട്ട്, നമുക്കിപ്പോ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു കാലല്ലേ, വരുന്ന ആൾക്കാർക്കൊക്കെ വണ്ടിയും സൗകര്യങ്ങളും അതുകൊണ്ട് ഓരോരുത്തർക്കും വണ്ടിയുണ്ട്, നമുക്ക് പോകാനും കഴിയും. നേരത്തെ നീക്കേണ്ടിയിരുന്നു മാത്രം, ആ ഒരു പ്രശ്നമേ ഉള്ളൂ, ബാക്കി പ്രശ്നമൊന്നും അതിലില്ല. പിന്നെയാണെങ്കിലോ വരുന്ന ആൾക്കാർക്ക് ചായയും കടിയും കൊടുക്കാൻ പോയി അതൊരു പണിയില്ല, അങ്ങനത്തെ ഒരു കാലം കൂടിയാണ്. അപ്പൊ ഫദ്ല് കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് ഹക്കീക്കത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഹക്കീക്കത്ത് അറക്കല് സൂര്യൻ ഉദിച്ച് ആ ഉദിക്കുന്ന അവസരത്തിലാണ് അത് ഏറ്റവും അഫ്ളൽ. അതാണ് ആ ഉദിക്കുന്ന അവസരത്തിൽ അറക്കലാണ് ഏറ്റവും അഫ്ളൽ ഉള്ളത്.
അപ്പൊ അവിടെ മുടി കളയൽ ഒരു സുന്നത്താണ്, അക്കീക്കത്തറക്കൽ ഒരു സുന്നത്താണ്, ടൈം വേറെ സുന്നത്താണ്. മുടി കളയ എന്നുള്ള സുന്നത്ത് എപ്പോഴും കളയാം, പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായുള്ളത് 7ന്റെ അന്ന് കളയലാണ്, മുടി കളയൽ. അപ്പൊ അതിന് പ്രത്യേകമായ ടൈമില്ല. അവിടെ അതിന്റെ ക്രമമായ രൂപം: ആദ്യം പേര് വിളിക്കുക, രണ്ടാമതായി അക്കീക്കത്തറുക്കുക, മൂന്നാമതായി മുടി കളയുക. ഇങ്ങനെയാണ് അതിന്റെ ക്രമം. എങ്ങനെ ആവാം, ഇങ്ങനെ ആവുന്നോണ്ട് വിരോധമൊന്നുമില്ല. എങ്ങനെ ആയിരുന്നാലും അത് രണ്ട് സുന്നത്താന്ന് മനസ്സിലാക്കണം. അക്കീക്കത്തറുക്കൽ ഒരു സുന്നത്താണ്, അത് 7ന്റെ അന്നാവൽ വേറെ സുന്നത്താണ്. അപ്പൊ ഒരാൾ അക്കീക്കത്തറുത്തു 7ന്റെ അന്നായിട്ടില്ലെങ്കിൽ 7ന്റെ അന്ന് അറക്കുക എന്നുള്ള സുന്നത്ത് പോയി. അക്കീക്കത്തറുത്ത സുന്നത്ത് കിട്ടും, 7ന്റെ അന്ന് ആവാന്നുള്ള സുന്നത്ത് പോവാ എന്നേ അവിടെ വരുള്ളൂ. അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുള്ളത്, ഈ സൂര്യൻ ഉദിച്ചു വരുന്ന അവസരത്തിൽ അറക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ അറക്കാവുന്നതാണ്. പിന്നെ ഏത് സമയത്തും അറക്കുന്നതുകൊണ്ട് വിരോധമില്ല, അതിന് യാതൊരു തകരാറില്ല. ഏത് സമയത്തും അറക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. ഒരാളെ തൊട്ട് അക്കീക്കത്ത് അറക്കുമ്പോൾ ഒരു മൃഗത്തെ അറക്കാം. നമ്മൾ ഉദുഹിയത്ത് പോലെ ഒരു മൃഗത്തിൽ 7 കുട്ടികളെ ചേർക്കാം. ഒരാൾക്ക് ചെറുപ്പത്തിലൊന്നും അറക്കാൻ കഴിഞ്ഞ്, കുട്ടികളെ ചെറുപ്പത്തിലൊക്കെ, പിന്നെ അവർക്ക് കഴിവ് വന്നു, അപ്പൊ അതിന് 4-5 കുട്ടികളെ അയക്കണം. ആ 4-5 കുട്ടികൾ കൂടി ഒരു പോത്തിനെ മേടിച്ചിട്ട് അറുത്ത് കൊടുത്താൽ മതി. അത് ആടിനെ അറുത്ത് കൊടുക്കാൻ പറ്റില്ല. ആടിനെ ഒരാൾക്ക് ഒന്നേ അറുത്ത് കൊടുക്കാൻ പറ്റും, പോത്തിനെ അറുത്ത് കൊടുക്കാവുന്നതാണ്. ആടിനെ അറക്കുമ്പോൾ തന്നെ ആൺകുട്ടിയാണെങ്കിൽ 2 ആട് അറുത്ത് കൊടുക്കൽ സുന്നത്താണ്. ഒരാട് അറുത്ത് കൊടുത്താലും അറുത്ത് കൊടുത്ത കൂലി കിട്ടും. 2 ആയാൽ 2 അറുത്ത് കൊടുത്ത കൂലി കിട്ടും. ആൺകുട്ടിയാവുമ്പോ 2 ആടിനെ അറുത്ത് കൊടുക്കൽ സുന്നത്താണ്. അതില്ല, ആടിനെ അറുത്ത് കൊടുക്കുമ്പോ ആൺകുട്ടിക്ക് ആണെങ്കിൽ 2 അറുത്ത് കൊടുക്കൽ സുന്നത്താണ്. പെൺകുട്ടിയാണെങ്കിൽ അവിടെ 1 സുന്നത്തുള്ളൂ. ഇനി ഒന്നും കൂടി അറുത്ത് കൊടുത്താൽ അത് അക്കീക്കത്തായി പരിഗണിക്കൂല. അപ്പൊ നമ്മള് അക്കീക്കത്തറക്കാൻ വേണ്ടി 2 പോത്തും ഉണ്ടായാൽ അത് 1 അക്കീക്കത്തായിട്ട് പരിഗണിക്കുള്ളൂ. മറ്റേത് അതിങ്ങനെ ധർമ്മമായിട്ട് എന്തെങ്കിലും പരിഗണിക്കപ്പെടും. ഏതിനെയാണോ ഫസ്റ്റിൽ അക്കീക്കത്തിന്റെ നീയത്ത് ചെയ്തിട്ട് അറക്കുന്നതെങ്കിൽ അത് അക്കീക്കത്തിന്റെ പ്രതിഫലമായിട്ട് പരിഗണിക്കപ്പെടും. മറ്റേത് അക്കീക്കത്തിന്റെ പ്രതിഫലമായിട്ട്, സാധാ ഒരു അർത്ഥം കൊടുക്കുന്ന പ്രതിഫലമായിട്ട് അത് പരിഗണിക്കപ്പെടുള്ളൂ. ആടിനും പോത്തിനും കൂടി കൊണ്ടായാലോ, ഏതിനാണോ അക്കീക്കത്തായിട്ട് ഉദ്ദേശിച്ചറക്കണമെങ്കിൽ അത് അക്കീക്കത്ത് ആദ്യമായിട്ട് ഉദ്ദേശിച്ചറക്കുന്നത് അത് അക്കീക്കത്തായി പരിഗണിക്കും. രണ്ടാമത്തത് അത് ഒരു സദഖയായിട്ടും പരിഗണിക്കപ്പെടും. അതുപോലെ അക്കീക്കത്തു ലാ തുആദു മറത്തൻ ഉഖറ, അക്കീക്കത്ത് 2 വട്ടം ചെയ്യുന്ന പരിപാടിയില്ല എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ആൾക്കാർക്ക് സദഖ ചെയ്യാൻ വേണ്ടി നമ്മള് കുറെ ആൾക്കാർക്ക് സദഖ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടെ, അതല്ല എന്റെ കുട്ടിക്ക് 2 പോത്തിനെ അറുത്തെന്ന് എല്ലാവരും ഇങ്ങനെ അറിയണം എന്നുള്ളതാണെങ്കിൽ ഒന്നും കിട്ടൂല, ഒരു പ്രതിഫലം കിട്ടൂല, ഒന്നും കിട്ടൂല. അള്ളാഹ്ക്ക് വലിയ ദേഷ്യമാണ്, അള്ളാഹ്ക്ക് വലിയ ഉറപ്പാണ്. ഇങ്ങനെ ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ ആളാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പോത്തിനെ അറുത്ത് അങ്ങനെ എല്ലായിടത്തേക്കും മതിയാവുന്ന രൂപത്തിൽ എല്ലായിടത്തേക്കും കൊടുത്ത്, മറ്റോ കണ്ടില്ല, ഒന്നും കിട്ടിയില്ല, ഒന്നും കൊടുക്കാണ്ടായില്ല, ഒരു പിസ്കന്മാരാണ് ഉള്ള ഈ എല്ലാ തെറ്റുകുറ്റങ്ങളും കൂടിയായി. പൈസയും പോയി, സമയവും പോയി, ഒക്കെ നഷ്ടമായി, എല്ലാം നഷ്ടമായി. ഇനി അതൊരു കാര്യമില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. അത് അള്ളാഹു വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. 2 സൈസ് ശിർക്കുണ്ട്. ഒന്ന് വലിയ ശിർക്ക്. ആ വലിയ ശിർക്ക് എന്ന് പറഞ്ഞാല് ബിംബാരാധന, അത് വലിയ ശിർക്കാണ്. ചെറിയ ശിർക്കാണ് അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തില് മറ്റ് ദുന്യവിയായ താല്പര്യങ്ങൾ, ലോകമാന്യം, അങ്ങനെ ദുന്യവിയായ താല്പര്യങ്ങൾ, പ്രസിദ്ധി, കീർത്തി പോലത്തെ ഉദ്ദേശിക്കല് ചെറിയ ശിർക്കാണ്. അതും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അള്ളാഹ്ക്ക് ചെയ്യുന്ന ഒരു അമലിൽ നമ്മൾ വേറെ ഒന്ന് കടത്തി കൂട്ടിക്കൂടാ. അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല. അള്ളാഹു പ്രതിഫലം നൽകില്ല, തട്ടി മാറ്റും. അപ്പൊ നല്ല ഉദ്ദേശം വെച്ചിട്ട് ചെയ്തെങ്കിലേ സ്വീകരിക്കപ്പെടുള്ളൂ. ലാ യഖ്ബലുല്ലാഹു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ വബ്തുഗിയ ബിഹാ വജ്ഹുഹു എന്ന് ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്നതേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ, അല്ലെ അള്ളാഹ് സ്വീകരിക്കൂല. അപ്പോ അതിന്റെ വിഷയം പറയാണ്. അപ്പൊ അങ്ങനെ ഒരു പോത്തിനെ വാങ്ങിച്ച് 7 കുട്ടികൾക്ക് വരെ അതിൽ പങ്കുചേരാവുന്നതാണ്. 7 ആളുകൾക്ക് വരെ ആ അക്കീകത്തിൽ പങ്കുചേരുന്നതുകൊണ്ട് വിരോധമില്ല. 7 ആൾക്ക് വരെ കവിഞ്ഞാൽ 7 ആൾ വരെ പോകാം, വിരോധമില്ല. 3 കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അർത്ഥം കൊടുക്കാം, 4 കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ അർത്ഥം കൊടുക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉലഹിയത്തിൽ നമുക്ക് ഒരു ഷെയർ കൂടിയിട്ട് അത് അക്കീകത്താക്കാവുന്നതുമാണ്. അങ്ങനെ നമുക്ക് കഴിയാതെ വന്നാൽ ഒരു പോത്തിനെ അറക്കാനും അതുപോലെ തന്നെ ആടിനെ അറക്കാനും
അറക്കാനൊന്നും തയ്യാറുണ്ടാവില്ല. അത് വിതരണം ചെയ്യലും അത് തോല് പൊളിക്കലും ഒക്കെ നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തതാണ്. അത് അറിയാത്തൊരു സംഗതി ഒന്നുമല്ല. വിചാരിച്ചാലൊക്കെ അറിയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവരെന്നെയാണ് ഒട്ടകത്തിന് അറക്കുക, അവരെന്നെയാണ് അത് പാകം ചെയ്യുക, അവരെന്നെയാണ് ഇറച്ചി മുറിക്കലൊക്കെ അവരെന്നെയാണ്. അതിന് വേറെ ഒരാൾ അറിവേറിന ഒരാളും നന്നാക്കാൻ ഒരാളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പഴയ കാലത്തും അത് ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടിയാണ് ചെയ്യലാണ്. ഇപ്പൊ എല്ലാത്തിനും വേറെ വേറെ ആൾക്കാരായി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയായി. അപ്പൊ അതില് വിചാരിച്ചാൽ പണിയുള്ള കാര്യമൊന്നുമല്ല. അപ്പോ ഈ ഉദഹീയത്തില് നമുക്ക് നമ്മളെ നാട്ടിലുള്ള ഉദഹീയത്ത്, ആ ഉദഹീയത്തിൽ നമ്മളൊരു ഷെയർ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഷെയർ, നമ്മൾ കൂടിയൊരു ഷെയർ നമുക്കത് ഹക്കീക്കത്താക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ളൊരു മാർഗം ഹക്കീക്കത്ത്, അതിപ്പോ കമ്മിറ്റിയോട് പറയണമെന്നൊന്നുമില്ല, ആരോടും പറയേണ്ട ആവശ്യമില്ല. കാരണം ഉദഹീയത്തിന്റെയും ഹക്കീക്കത്തിന്റെയും മസലകളൊക്കെ ഒന്ന് രണ്ട് വിഷയത്തിലല്ലാത്ത വിഷയത്തിലൊക്കെ തുല്യമാണ്. ഉദഹീയത്തിൽ അതിന്റെ മാംസം അല്പമെങ്കിലും ഒരു മിസ്കീനായ മനുഷ്യർക്ക് കൊടുക്കൽ നിർബന്ധമാണ് ഉദഹീയത്തിൽ. ഹക്കീക്കത്താവുമ്പോ അങ്ങനെ നിർബന്ധമില്ല. അതൊരു ധനികനായ ആൾക്ക് കൊടുത്താലും കുഴപ്പമില്ല. ഹക്കീക്കത്തിൽ ഉദഹീയത്തിൽ അങ്ങനെ നിർബന്ധമുണ്ട്. ഉദഹീയത്തിന്റെ കുറച്ച് മാംസമെങ്കിലും സുന്നത്താക്കപ്പെട്ട ഉദഹീയത്താണെങ്കിൽ അതിന്റെ കുറച്ച് മാംസമെങ്കിലും ഒരു മിസ്കീനായ മനുഷ്യർക്ക് കൊടുക്കണം, ഒരാൾക്കെങ്കിലും കൊടുക്കണം. നേരെ മറിച്ച് ഹക്കീക്കത്താവുമ്പോ അങ്ങനെ കൊടുക്കുന്നത് മുതലാളിക്കും കൊടുക്കാവുന്നതാണ് ഹക്കീക്കത്ത്. എന്നാലും സുന്നത്ത് വീടി കിട്ടും, അതിന് കുഴപ്പമില്ല. അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് വ്യത്യാസങ്ങളെ ഹക്കീക്കത്തും ഉദഹീയത്തും തമ്മിലുള്ളൂ. അപ്പൊ ഉദഹീയത്തിന്റെ ഷെയറിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ കരുതിയാൽ മതി. അവിടെ ഇപ്പോ ഉദഹീയത്തിന് വേണ്ടി കൊണ്ടുവന്ന മൃഗമുണ്ട്, ആ മൃഗത്തിന് കമ്മിറ്റിന്റെ റെക്കോർഡിൽ നമ്മളൊരു ഷെയർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഷെയറുള്ള ഈ മൃഗം, ആ മൃഗത്തിന് നിയ്യത്ത് ചെയ്യുമ്പോൾ മാത്രം സൂക്ഷിച്ചാൽ മതി. നിയ്യത്ത് ചെയ്യുമ്പോൾ ഇത് ഇന്നാലിന്റെ എന്റെ കുട്ടിന്റെ സുന്നത്താക്കപ്പെട്ട ഹക്കീക്കത്താണ് എന്നോ നിയ്യത്ത് ചെയ്താൽ മതി. അങ്ങനെ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് അവനക്ക് ഹക്കീക്കത്തായി കിട്ടും. അങ്ങനെ ആവുമ്പോ അറക്കുന്ന അവസരത്തിൽ അറക്കുന്ന ആളോട് അതിങ്ങനെ എന്റെ ഹക്കീക്കത്താണ് ഇത് അറക്കണത് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കൊന്നും വേണ്ട. അതിന്റെ ആവശ്യമില്ല. ഞാൻ അറക്കേണ്ടത് ഞാൻ തന്നെ ഏൽപ്പിച്ചു. ഞാൻ അറക്കേണ്ടതാണ് അവൻ അറക്കുന്നത്, അവന്റെ ഹക്കീക്കത്തല്ല. അതും കരുതിയാൽ മതിയല്ലോ, അത് ആരോടും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആരോടും പറയാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ആരോടും പറയണ്ട, കമ്മിറ്റിക്കാരോടും പറയണ്ട, ഭാര്യനോടും ആരോടും പറയണ്ട. ആരോടും പറയാതെ തന്നെ നമുക്ക് ഹക്കീക്കത്തിൽ ഷെയർ കൂടാനും കഴിയും, ഉലഹിയത്തിൽ നമുക്ക് ഷെയർ കൂടാനും കഴിയും. ആ ഉലഹിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഷെയർ ഹക്കീക്കത്തായിട്ട് നമുക്ക് വിതരണം ചെയ്യാനും കഴിയും. അത് പറഞ്ഞില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും പതില്ല, എഴുതി വെക്കേണ്ട ആവശ്യമില്ല, പ്രസിദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്തിച്ചിട്ട് കുഴപ്പമില്ല. അങ്ങനെ ആവശ്യം ചെയ്താൽ കൺഫ്യൂഷൻ വരും. ഈ മസാല അറിയാത്ത ആൾക്കാർക്ക് പിന്നെ ഏതൊരു പറ്റുമോ ഇല്ലേ, അത് അങ്ങനെ നമ്മൾ ഉദയത്തിന് മേടിച്ച് പിന്നെ ഏതാക്കാൻ പറ്റുമോ, ഹക്കീക്കത്താക്കാൻ പറ്റുമോ എന്നുള്ളതായ കൺഫ്യൂഷനുകളും സംശയങ്ങളും ഒക്കെ വരും. അതുകൊണ്ടാണ് അത് കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതിൽ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ മസാലകളൊക്കെ ഒരേപോലെ തന്നെയുള്ളത്. പിന്നെ ഷെയർ കൂടിയാൽ ഹക്കീക്കത്തായിട്ട് പരിഗണിക്കൂല. ഹക്കീക്കത്ത് ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉദഹിയത്ത് ഇങ്ങനെ മടങ്ങി മടങ്ങി വരും ഉദഹിയത്ത്. ഹക്കീക്കത്ത് ഒരിക്കലേ അതിന്റെ സുന്നത്ത് കിട്ടുള്ളൂ. പിന്നെ ചെയ്താൽ അത് ഹക്കീക്കത്ത് എന്നുള്ള സുന്നത്തല്ല, വെറും ഒരു സദഖ എന്നുള്ള രൂപത്തിൽ പരിഗണിക്കപ്പെടും. വെറും സദഖ എന്ന രൂപത്തിൽ പരിഗണിക്കപ്പെടും. രണ്ടു വട്ടം ചെയ്യണ ഒന്നല്ല ഹക്കീക്കത്ത്, ഒരു വട്ടം ഹക്കീക്കത്ത് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയും ചെയ്യാവുന്നതാണ്, അതിനും വിരോധമില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹക്കീക്കത്ത് അറക്കേണ്ടത് എവിടെ അറക്കേണ്ടത്. ഹക്കീക്കത്ത് അറക്കേണ്ടത് എവിടെയാണ്? ഈ കുട്ടിയെ എവിടെയാണോ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അവിടെ വെച്ചിട്ടാണ് അറക്കേണ്ടത്. അഥവാ കുട്ടി ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഹക്കീക്കത്ത് അറക്കേണ്ടത്. കുട്ടി എവിടെയുള്ള വെച്ചാൽ കുട്ടി അത് ഉമ്മാന്റെ വീട്ടിലാണ് ഉണ്ടാവുക. ഹക്കീക്കത്ത് അറക്കുന്ന സമയത്ത് ഉമ്മാന്റെ വീട്ടിലാണ് കുട്ടി ഉണ്ടാവുക. അപ്പൊ ആ കുട്ടിയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഹക്കീക്കത്ത് അറക്കേണ്ടത്. ആ കുട്ടിയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ അവിടെ സൗകര്യമില്ല. അല്ലെങ്കിൽ കുട്ടിയുള്ളത് ഇപ്പോ അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടപ്പോ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഉള്ളോ. അങ്ങനെ പ്രസവിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 10 ദിവസമൊക്കെ കഴിയാണല്ലോ. സൗകര്യം ഇല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ചെയ്യാവുന്നതാണ്. അത് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ടാണ്. എവിടെയാണോ കുട്ടിയുള്ളതെങ്കിൽ അവിടെയാണ്. അവിടെ നമുക്ക് സൗകര്യപ്പെടാതെ വന്നാൽ മറ്റൊരു വസ്തു നക്കല് ചെയ്യാവുന്നതാണ്, മറ്റു സ്ഥലത്ത് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടപ്പും അങ്ങനെ തന്നെയാണ്. പഴയ കാലം മുതൽ തന്നെ എവിടെ പ്രസവിച്ചെടുക്കുന്ന നമ്മള് പിന്നെ പോത്തിനെ എല്ലാം കൂടി അവിടെ കൊണ്ടുപോകാനാണ്. അത് ഇവിടെ അർത്ഥ പോരെ എന്നുള്ളത് അന്നേ പിന്നെ ചോദിക്കപ്പെടാത്തൊരു ചോദ്യമാണ്. കാരണം ആവശ്യമില്ല. അങ്ങനെ നാട്ടിൽ നടപ്പുള്ളതെന്ന് തന്നെയാണ്. അത് അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കുക. അതിന് കാരണം കുട്ടി അവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കുട്ടി എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് അറുത്ത് കൊടുക്കലാണ് സുന്നത്തുള്ളത്. അതേപോലെ ഈ ഹക്കീക്കത്തിന്റെ മാംസം, ആ മാംസം വിതരണം ചെയ്യുമ്പോൾ
വിതരണം ചെയ്യുന്ന അവസരത്തിൽ, മാംസം വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ അറവിലൊക്കെ തന്നെ 3 കാര്യങ്ങളാണ് അറവിലുള്ളത്. ഒന്ന് നിയ്യത്ത് ചെയ്യുക, മറ്റൊന്ന് അറുക്കുക, 3 വിതരണം ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ അറവ് സംബന്ധമായിട്ടുള്ളത്. ഇത് 3ഉം നമുക്ക് കഴിയാതെ വന്നാൽ നമുക്കൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. നമുക്ക് സ്വയം ചെയ്യാൻ കഴിയാതെ വന്നാൽ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അയാൾക്ക് നാട്ടിൽ വരാൻ കഴിയാതിരുന്നാൽ അയാൾക്ക് ഇവിടെ ഒരാളെ ചുമതലപ്പെടുത്താം. ആ ചുമതലപ്പെടുത്തുന്ന ഫോൺ മുഖേനയാകാം. ഒരാളെ വക്കീലാക്കുന്നത് നേരിട്ടാക്കിക്കൊള്ളണമെന്നില്ല, ഫോൺ മുഖേന വക്കീലാക്കാവുന്നതാണ്. വക്കാലത്ത് അത് ഫോൺ മുഖേനയും നടക്കും. അപ്പൊ അതിന് സാക്ഷികൾ വേണമെന്നില്ല. സാക്ഷികൾ ഉണ്ടിച്ചിട്ട് കുഴപ്പമില്ല, സാക്ഷികൾ നിർബന്ധമൊന്നുമില്ല. ഈ വക്കാലത്തിന് സാക്ഷികൾ വേണമെന്നില്ല. അങ്ങനെ വക്കാലത്താക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്നെ വക്കാലത്താക്കി എന്റെ കുട്ടിന്റെ ആ കുട്ടിന്റെ ഹക്കീക്കത്ത് അറക്കാനും നിയ്യത്ത് ചെയ്യാനും അറക്കാനും വിതരണം ചെയ്യാനും ഞാൻ ഏൽപ്പിച്ചു, അങ്ങനെ പറയണം. അവിടൊക്കെ ഈ സുന്നത്താക്കപ്പെട്ട ഹക്കീക്കത്ത് എന്ന് പറയൽ ഒരുപാട് സംശയങ്ങളെ ദൂരീകരിക്കാൻ അത് നല്ലതാണ്. അവിടൊക്കെ നമ്മൾ ഉദഹീയത്തിന്റെ അവിടൊക്കെ എല്ലാ കൊല്ലവും പറയാറുണ്ട്, എന്റെ സുന്നത്താക്കപ്പെട്ട ഉദഹീയത്ത് എന്ന് പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാല് ഇത് എന്റെ മോന് അബൂബക്കറിനൊക്കെയുള്ള ഉദഹീയത്തിന്റെ മൃഗാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നേർച്ചയായി പോകും. അങ്ങനെ പറഞ്ഞാൽ നേർച്ചയായുള്ളത് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റൂല. നേർച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഈ അറക്കുന്ന ആൾക്കും അയാളെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാർക്കും ഒന്നും എടുക്കാൻ പറ്റൂല. നേർച്ചയായുള്ള പ്രശ്നം അതാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ മൃഗത്തിനെ കൊടുന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. ആ മൃഗത്തിനെ കെട്ടിയിട്ടപ്പോ ആരോ ഒന്ന് ചോദിച്ചത്, എന്താ ഒരു പോത്തിനെ കൊടുന്ന് കെട്ടിയിട്ടിരിക്കണ്? അതിപ്പോ എന്റെ അബൂബക്കറിന് ഹക്കീക്കത്ത് ഇറക്കാൻ വേണ്ടി കൊടുന്നതാണ്. ജഅൽതു ഹാദാ ഹഖീഖത്തൽ ഇബ്നി എന്ന് പറഞ്ഞാൽ നേർച്ചയായി പോകും എന്ന് ഫുഖാക്കൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അത് സംബന്ധമായ സംസാരത്തിലൊക്കെ ഇത് സുന്നത്താക്കപ്പെട്ട ഹക്കീക്കത്താണ് എന്നൊരു സുന്നത്ത് കൂട്ടി കൊടുത്താൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. സുന്നത്ത് ഉദഹിയത്തുൽ നമ്മളൊക്കെ പറയാറുണ്ട്, അത് ശ്രദ്ധിക്കണം. അവിടെ ഇത് സുന്നത്താക്കപ്പെട്ടതാണെന്ന് ശ്രദ്ധിക്കണം. കാരണം അത് നേർച്ചയാവാനൊരു ചാൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഉള്ള പ്രശ്നം അതാണ്, എല്ലാം സദഖ ചെയ്യേണ്ടി വരും, ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂല, അങ്ങനെ വിഷയം വരും. അപ്പോ എന്റെ മോൻ അവന്റെ സുന്നത്താക്കപ്പെട്ട ആ ഹക്കീക്കത്ത് അത് പിന്നെ നിയ്യത്ത് ചെയ്യാനും അതേപോലെ തന്നെ അറക്കാനും വിതരണം ചെയ്യാനൊക്കെ ഞാൻ തന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുത്താൽ മതി, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഈ മൃഗത്തെ നമുക്ക് പിന്നെ മൃഗം നമ്മൾ വാങ്ങിച്ചു, നിയ്യത്തും നമ്മൾ ചെയ്തു, നിയ്യത്തും നമ്മൾ ചെയ്തു, പിന്നെ ഇനി അറവും വിതരണമാണ്. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഉദഹിയത്തിൽ അങ്ങനെ ചെയ്യല്. ഞാൻ ഉദഹിയത്ത് അറക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇവിടെ ആവുമ്പോൾ അതൊക്കെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. മൃഗത്തൊക്കെ കണ്ട് അതൊക്കെ ഏൽപ്പിച്ച് നിയ്യത്ത് ഞാൻ തന്നെ ചെയ്യും. നിയ്യത്തൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ബന്ധപ്പെട്ട അറവുകാരെ ഏൽപ്പിക്കും. നമ്മൾ അറവുകാർ ആരാണെന്ന് പ്രസിദ്ധപ്പെടുത്തും. ഉദഹിയത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇത്ര കന്നുകൾ, ഇത്ര 1-ാം നമ്പർ മുതൽ 7-ാം നമ്പർ വരെ അതിന് അറക്കുന്ന ആള് ഇന്ന മൂല്യരാണ് എന്ന് പ്രസിദ്ധപ്പെടുത്തും. നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ 8-ാം നമ്പർ കന്ന് മുതൽ 15-ാം നമ്പർ കന്ന് വരെ അറക്കുന്ന ആള് ഇന്ന ആളാണ്, അയാളുടെ ഫോൺ നമ്പർ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് നോക്കിയിട്ടാണ് വിളിച്ചിട്ട് അയാളെ ഏൽപ്പിച്ചാൽ മതി, വക്കാലത്തണ്ട് കൊടുത്താൽ മതി. വക്കാലത്ത് എപ്പോഴും കൊടുക്കാവുന്ന, അറക്കണ അപ്പൊ തന്നെ കൊടുത്തോളും, എപ്പോഴും വക്കാലത്ത് കൊടുക്കാവുന്ന. പിന്നെ ഇയാളെ കാത്തിക്കേണ്ട ആവശ്യമില്ല, ഓനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓനെ അന്വേഷിച്ച് ഓനെ കാണുന്നില്ലല്ലോ, ഇവരെ കാണുന്നില്ലല്ലോ, ഓന്റെ വക്കാലത്ത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് നോക്കേണ്ട ആവശ്യം, വക്കാലത്ത് നേരത്തെ കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനൊക്കെ ഏൽപ്പിച്ചിട്ട് 2 കാര്യം, നിയ്യത്ത് ഞാൻ തന്നെ ചെയ്യും, പിന്നെ ബാക്കിയുള്ള ഈ വിതരണവും അതേപോലെ തന്നെ അറവും ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് വരല്. അപ്പൊ ഒരാൾ ഗൾഫിൽ നിന്ന് അങ്ങനെ ഏൽപ്പിക്കുന്ന അവസരത്തിൽ ഈ 3 കാര്യം ഏൽപ്പിച്ചാൽ മതി. അപ്പോ ഏൽപ്പിച്ച വ്യക്തി, ആ വക്കീലായ വ്യക്തി, ഇത് ഇന്നാളെ നമ്മളെ കുഞ്ഞാപ്പന്റെ മകൻ അബൂബക്കറിന്റെ സുന്നത്താക്കപ്പെട്ട ഹക്കീക്കത്താകുന്നു എന്നോ നിയ്യത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ നിയ്യത്ത് ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് ഓൻ അറക്കും വേണം. പിന്നെ അത് ഈ അർക്കനാളെ ഏൽപ്പിക്കേണ്ടതും ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഈ 3 കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഹക്കീക്കത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹക്കീക്കത്ത് അറുക്കേണ്ട സമയം ഇന്ന സമയമാണ്, ഒക്കെ അഫ്ളലായ സമയമാണ്. എപ്പോ അറുത്താലും പ്രസവിക്കുന്ന അവസരത്തിൽ ജീവൻ വേണമെന്ന് മാത്രം. പ്രസവിക്കുന്ന അവസരത്തിൽ ജീവൻ വേണം. ആ ജീവനുള്ള കുട്ടിക്ക് ഏത് സമയത്തും പ്രായപൂർത്തി എത്തുന്നത് വരെ ആ കുട്ടിയുടെ ഹക്കീക്കത്ത് അറക്കാവുന്നതാണ്. ഇനി യാതൊരു വിരോധവും ഇല്ല. അതോടുകൂടെ തന്നെ ഈ മാംസം വീടുകളിലേക്ക് എത്തിക്കലാണ് അഫ്ളൽ. ഏറ്റവും ശ്രേഷ്ഠമായത് വന്നു കൊണ്ടുപോകുന്നതിനേക്കാളും വീടുകളിലേക്ക് എത്തിക്കലാണ് അഫ്ളൽ.
രണ്ടാമത്തത് അത് വേവിച്ചു കൊടുക്കലാണ് അഫ്ദൽ. ഉലഹിയത്ത് മാതിരിയല്ല, അതൊക്കെ അഫ്ദലാണ്. ഏറ്റവും ശ്രേഷ്ഠം വേവിച്ചു കൊടുക്കലാണ് അഫ്ദൽ. ഹക്കീക്കത്തിന്റെ ഇറച്ചി വേവിച്ചു കൊടുക്കലാണ് അഫ്ദൽ. വേവിക്കുന്ന അവസരത്തിൽ ഒരു അല്പം മധുരട്ട് വേവിക്കലുമാണ് അഫ്ദൽ. വല്ലാതെ മധുരമല്ല, ഒരു ചെറിയ മധുരം ഇട്ടിട്ട് വേവിച്ചു കൊടുക്കലാണ് അഫ്ദൽ. ഈ അഫ്ദൽ കിട്ടാൻ നമ്മൾ വീട്ടിൽ ആൾക്കാർ വരുമ്പോ, പുതിയാപ്പിളിന്റെ വീട്ടിൽ നിന്ന് മരോന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോ അവർക്ക് കൊടുക്കുന്ന ആ ഭക്ഷണത്തിലെങ്കിലും കുറച്ച് ഏതിട്ടാൽ മതി, കുറച്ചൊരു മധുരം ഇട്ടാൽ മതി, കുറച്ചൊരു ശർക്കര കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ സുന്നത്ത് കിട്ടും. കാരണം വേവിച്ചു കൊടുക്കൽ സുന്നത്താണെന്നും ആ വേവിക്കുന്നതിൽ ഒരു അല്പം മധുരം ഇട്ട് കൊടുക്കൽ സുന്നത്താണെന്നുള്ള ഈ സുന്നത്ത് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി. വേവിക്കുക എന്നുള്ളത് നമുക്ക് വേവിച്ചു കൊടുക്കാൻ നമ്മൾ അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്ന ഇക്കോലത്തിലാന്ന് മാത്രം. ആ വരുന്ന അന്ന് രാവിലെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഏതായാലും അത് വേവിച്ചു കൊടുക്കും. അതൊരു മട്ടും നല്ല രസമാണ്. ഇത് ഇന്ന് നമ്മൾ ഹക്കീക്കത്തിന്റെ ഇറച്ചിയാണ് എന്ന് പറയുമ്പോൾ അത് രണ്ട് കഷ്ണം തിന്നും ഒരു ഇബാദത്തല്ലേ, ഒരു സുന്നത്തായ ഒരു കാര്യമല്ലേ. ഒരു സുന്നത്തായ ഒരു കാര്യമാകുമ്പോൾ അത് എല്ലാവർക്കും താല്പര്യവുമാണ്. അപ്പൊ അതിൽ ഒരു അല്പം മധുരമിട്ടുകൊണ്ട് വേവിക്കലും, അതേപോലെ തന്നെ ഹക്കീക്കത്തുമായി ഉള്ള ആ മൃഗത്തിന്റെ എല്ലുകൾ കൊത്തിയിട്ട് ചെറുതാക്കാതിരിക്കലും സുന്നത്താണ്. എല്ലാം അങ്ങനെ തന്നെ. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, പഴയ കാലത്തൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ് കൊടുക്കുക. അങ്ങനെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് സുന്നത്ത്, അങ്ങനെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ചെറുതാക്കണം. അതങ്ങനെ കൊണ്ടുകൊടുക്കുമ്പോ എല്ലും ഇങ്ങനെ നീണ്ടൊരു എല്ലുണ്ടാവും. അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. ആ എല്ല് പഴയ കാലത്ത് ഈ തേക്കിന്റെ ഇല, പാറവത്തിന്റെ ഇല, ഇതിലൊക്കെയാണ് ഇത് പൊതിയ. അത് പൊതിയാൻ കുറച്ച് പ്രാക്ടീസ് വേണം. ഇപ്പോഴല്ലേ കീസ വന്നത്. ആ കീസ വരുന്നതിന് മുമ്പ് ഇതിലാണ് പൊതിയ, ഈ ഇലയിലാണ് പൊതിയ. അതിന് പൊതിയാൻ പ്രാക്ടീസ് ഉള്ള ആൾക്കാരുണ്ട്, പെട്ടെന്ന് പൊതിയും. ഇതൊക്കെ അറിയാമെന്നറിയില്ല. പഴയ കാലത്ത് മസാല പീടികയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് പൊതിയാൻ പ്രാക്ടീസ് ഉള്ളതാണ്. ഇങ്ങനെ ചാക്കുന്നൂരിങ്ങൾ തൂക്കിണ്ടങ്ങനെ പെട്ടെന്ന് ഇട്ട് എന്നിട്ടൊക്കെ പൊട്ടിക്കലും പെട്ടെന്ന് കഴിയും. അതൊക്കെ എല്ലാം വളരെ പെട്ടെന്ന് പ്രാക്ടീസ് ഉള്ള ആൾക്കാരുണ്ട്. അതേമാതിരി നല്ല പ്രാക്ടീസ് ഉള്ള ആൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പൊഞ്ഞിട്ട് റെഡിയാക്കും. അപ്പൊ അതിന്റെ കൂടെ ഒരു എല്ലും വെക്കും. എന്നിട്ട് അത് കൊടുക്കലാണ് പഴയ കാലത്ത് ചെയ്തിരുന്നത്. അപ്പൊ എല്ല് പൊട്ടിക്കാതിരിക്കൽ, ഹക്കീക്കത്തിന്റെ ആ മൃഗത്തിന്റെ എല്ല് പൊട്ടിക്കാതെ അങ്ങനെ തന്നെ കൊടുക്കലാണ് അഫ്ദൽ ഉള്ളത്. പൊട്ടിച്ചാൽ അത് ഖിലാഫുൽ ഔലയാണ്, കറാഹത്തല്ല. അഫ്ദൽ നല്ല സുന്നത്ത് തന്നെയാണത്. എല്ല് അതേ രൂപത്തിൽ പൊട്ടിക്കാതെ ഇടയിൽ സുന്നത്താണ്. പക്ഷെ ആ സുന്നത്ത് ചെയ്യാതിരുന്നാൽ അവിടെ കറാഹത്ത് വരുന്നില്ല, ഖിലാഫുൽ ഔലയാവുള്ളൂ. പണ്ട് പറഞ്ഞു ചില സുന്നത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് വരും, വേറെ ചില സുന്നത്ത് ഒഴിവാക്കിയാൽ ഖിലാഫുൽ ഔല വരും. ഈ സുന്നത്ത് ഒഴിവാക്കിയാൽ ഖിലാഫുൽ ഔലയാവുള്ളൂ, കറാഹത്താവൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഹക്കീക്കത്തിന്റെ മാംസം കൊടുക്കലാണ് അഫ്ദൽ ഉള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ അറുക്കപ്പെടുന്ന വർഗത്തിന്റെ വലത്തേ കാല് വയറ്റാട്ടിക്ക് കൊടുക്കൽ വലിയ സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ വലത് കാല്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ആ വസാത്യത ഏറ്റിക്കൊണ്ടുപോകും, അവകാശമായിട്ട് ചോദിച്ചു പിടിക്കും. അവകാശമായിട്ട് ചോദിച്ചു വിടുക. ചിലയിടത്തൊക്കെ തല്ലും പിടി ഇതൊക്കെ തർക്കമൊക്കെ ഉണ്ടാവും. കാരണം നല്ല വലത്തേ കാലം എന്ന് പറഞ്ഞാൽ നല്ല ഇറച്ചി ഉണ്ടാവില്ല, ആകെ ഇറച്ചിന്റെ കൂറ് ഇതാണ്ട് കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകുമ്പോൾ ചിലർ കൊടുക്കൂല. ഇതെല്ലാം കൂടി അനക്ക് തരാതെ കൊടുക്കുന്നത് എന്റെ അവകാശമാണ്, വയറ്റാറ്റിക്കുള്ള അവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തതാണ്, അവർക്കൊരു അവകാശം വിട്ട് കൊടുത്തതാണ്. എത്രത്തോളം മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിക്ക് 7 ആടോ അതിലപ്പുറം അറുക്കുകയാണെങ്കിൽ ആ 7 ആടിന്റെയും കുറു ആർക്ക് കൊടുക്കണം, സുന്നത്താണ്. കൊടുത്തില്ലാച്ചിട്ട് ഇപ്പോ അത് വീടായിരിക്കുന്നില്ല, 7 ആടിന്റെ കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം. ഒന്നിലധികം വയറ്റാറ്റികൾ ഉണ്ട് എങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കൽ സുന്നത്തായ ഒരു കാര്യമാണ്. വയറ്റാറ്റിക്ക് കൊടുക്കൽ, ആ വയറ്റാറ്റി എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് ഒസാത്തി എന്ന് പറയും. പിന്നെ ഇപ്പൊ അത് പ്രസവം എടുക്കുന്നവർ, ആ പ്രസവം എടുക്കുന്നവർ ആരായിരുന്നാലും ഈ നഴ്സായിരുന്നാലും ശരി, അവർക്ക് അവരത് മേടിക്കെങ്കിൽ അങ്ങനെ കൊടുക്കൽ പ്രത്യേകമായ സുന്നത്തായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൽ അഫ്ളലു കൗനുഹു അർജിലുൽ യുംന വലു തഅദ്ദത ശിയാഉ ഉതിയത് അൽ അർജുലൽ യുംന കുല്ലഹ. എല്ലാം കൊടുക്കണം. ഒന്നിലധികം അറുത്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നിലധികത്തിന്റെയും കൊടുക്കണം. അങ്ങനെ കൊടുക്കൽ സുന്നത്താണ്. ആദ്യം അവർക്ക് അത് കൊടുക്കല് സുന്നത്തില്ല. ഇത് ഈ ഹക്കീക്കത്തിന്റെയും ഉലഹിയത്തിന്റെയും മാംസമൊന്നും ഓർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അവരിൽ നിന്ന് പോവുകയാണ്, അത് പോകും. ആ സുന്നത്ത് അവിടെ സുന്നത്തല്ലാതെയാവും. അത് അവരിലേക്ക് എത്താതിരിക്കാൻ സൂക്ഷിക്കണം എന്നാണ്.
ഓരോരുത്തരും അത് അവരിലേക്ക് എത്താതിരിക്കാൻ, ഉദഹീയത്തിന്റെ തോല് അവരിലേക്ക് എത്താതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ വിൽപ്പന നടത്തുന്നതും മറ്റുമൊക്കെ അതൊക്കെ ആര് തമ്മിൽ തന്നെ ആകാൻ, മുസ്ലിമുകൾ തന്നെ ആകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. നമ്മളെ കൊണ്ട് ആവണമാതിരി നമ്മൾ ശ്രമിക്കുക. എല്ലാ സുന്നത്തുകളും എക്കാലത്തും നമുക്ക് പ്രായോഗികമായിട്ട് വരൂല. ചില കാലങ്ങൾ ഒരുപാട് സുന്നത്തുകളുണ്ട്, പ്രായോഗികമായി വരാത്ത ഒരുപാട് സുന്നത്തുകളുണ്ട്. കഴിവിന്റെ പരമാവധി അത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പൊ ഹഖീഖത്തിന്റെ വിഷയങ്ങൾ നമുക്ക് അങ്ങനെ അവിടെ അവസാനിപ്പിക്കാം. ഇനി രണ്ടാമതൊരു വിഷയം അവിടെ ശ്രദ്ധിക്കാനുള്ളത് പേരിടലാണ്. കുട്ടിക്ക് പേരിടൽ, ഈ പേരിടൽ സുന്നത്താണ്. പേരിടുക എന്നുള്ളൊരു സുന്നത്താണ്. അത് ജീവനില്ലാതെ ജനിച്ച കുട്ടിക്കും പേരിടൽ സുന്നത്താണ്. കുട്ടി ജനിക്കുമ്പോൾ ജീവനില്ല, പക്ഷെ 4 മാസമായിട്ട് റൂഹൂതുന്ന മാസം, റൂഹൂദ എന്നുള്ള പ്രയോഗമാണ്, അത് ഊതലൊന്നുമല്ല, ഒരു കണക്ഷൻ കൊടുക്കലാണ്. അപ്പൊ റൂഹൂദുക എന്ന 4-ാം മാസം, ആ 4-ാം മാസത്തിന്റെ ശേഷം പ്രസവിക്കപ്പെട്ട ഏത് കുട്ടിക്കും പേരിടൽ സുന്നത്താണ്. ആ പ്രസവിക്കപ്പെടുമ്പോൾ കുട്ടിക്ക് പിന്നെ ജീവനില്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് പേരിടൽ സുന്നത്താണ്. ഈ പേരിടലിന്റെ സുന്നത്ത് കുട്ടിയെ പ്രസവിക്കപ്പെട്ടിട്ട് ഏത് സമയത്തും പേരിടാം. പ്രസവിച്ചതിന് ശേഷം ഏത് സമയത്തും പേരിടാവുന്നതാണ്. അങ്ങനെ പേരിടുമ്പോൾ ഹഖീഖത്ത് അറുക്കുന്നില്ലെങ്കിൽ പ്രസവിച്ച അന്ന് പേരിടലാണ് സുന്നത്ത്. ഹഖീഖത്ത് അറുക്കണില്ലെങ്കിൽ പ്രസവിച്ച അന്ന് പേരിടലാണ് സുന്നത്ത്. ഹഖീഖത്ത് അറുക്കുന്നുണ്ടെങ്കിൽ 7ന്റെ അന്ന് പേരിടലാണ് സുന്നത്ത്. ഹഖീഖത്ത് അറുക്കുന്നുണ്ടെങ്കിൽ പിന്നെ 7ന്റെ അന്ന് പേരിടലാണ്. അന്ന് നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം പേരിടുക, പിന്നെ ഹഖീഖത്ത് അറുക്കുക, പിന്നെ മുടി കളയുക. ഇങ്ങനെയാണ് സുന്നത്തുള്ളത്. ഹഖീഖത്ത് അറുക്കുന്നുണ്ടെങ്കിലാണ് 7ലേക്ക് ബന്ധിക്കൽ സുന്നത്തുള്ളൂ. ഹഖീഖത്ത് അറുക്കുന്നില്ലെങ്കിൽ അന്ന് തന്നെ പേരിടലാണ് സുന്നത്തുള്ളത്. ഈ പിന്നെ 4 മാസം പ്രായമായതിനു ശേഷം പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് പേരിടലും, ആ കുട്ടിന്റെ കോലം കാണുമ്പോൾ ആണാണെന്ന് കണ്ടാൽ ആണിന്റെ പേരിടുക, ആ കുട്ടിന്റെ കോലം കണ്ടിട്ട് പെണ്ണാണെന്ന് തോന്നിയാൽ പെണ്ണിന്റെ പേരിടുക. രണ്ടും തിരിയണില്ല. കാരണം അത്രേ ആയിട്ടുള്ളൂ. റൂഹുദിന്റെ പ്രായം 4 മാസം കഴിഞ്ഞിരിക്കണം, പക്ഷെ ആണാണെന്നും തിരിയണില്ല, പെണ്ണാണെന്നും തിരിയുന്നില്ലെങ്കിൽ രണ്ടിനും പറ്റുന്ന പേരിടണമെന്നാണ്. ആണിനും പെണ്ണിനും പറ്റുന്ന ചില പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹിന്ദ്. ഹിന്ദ് എന്നുള്ള പേര് ആണിനും ഇടും, അതുപോലെ തന്നെ പെണ്ണിനും ഇടും. അക്കാലത്ത് തന്നെ സല്ലാസ്മാതകളുടെ കാലത്ത് തന്നെ ആണിനും പെണ്ണിനും ഇടുന്ന പേരാണ് ഹിന്ദ് എന്നുള്ളത്. അപ്പോൾ തൽഹത്ത് എന്നുള്ളത് ആണിനും ഇടും പെണ്ണിനും ഇടും. അക്കാലഘട്ടത്തിൽ ആണിനും പെണ്ണിനും ഇടും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കുഞ്ഞ എന്നുള്ള പേര് ആണിനും പെണ്ണിനും ഉണ്ട്. ഈ നാട്ടിലുണ്ട്, രണ്ടുണ്ട്, ആണുണ്ട് പെണ്ണുണ്ട് ആ പേര്. മുസ്ലിമീങ്ങൾക്കുണ്ട് അമുസ്ലിമീങ്ങൾക്കുണ്ട് ആ പേര്. അങ്ങനെ ചില പേരുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ആണിനും പെണ്ണിനും ഉള്ള പേരുണ്ട്. അപ്പൊ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാതിരുന്നാൽ രണ്ടിനും കൂടി പറ്റുന്ന പേര് ഇടൽ സുന്നത്താണ്. ആ പേര് ഇടേണ്ടത് വലിയാണ്, രക്ഷിതാവാണ്, ഉപ്പയാണ്. ഉപ്പുണ്ടെങ്കിൽ ഉപ്പയാണ് പേരിടേണ്ടത്. പക്ഷേ ഉപ്പക്ക് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അബൂ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരം കൊടുത്തുവെന്നും അബ്ദുള്ള എന്ന് പേരിട്ടു എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ആ പേരിടുന്ന അവസരത്തിൽ അഊദും ബിസ്മിയും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട്, അതൊക്കെ അദബാണ്. അഊദും ബിസ്മിയും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇന്നി സമ്മൈതു ഹാദൽ മൗലൂദ ബി അബ്ദില്ല എന്ന പറയലൊക്കെ ഒരു സുന്നത്ത്, പ്രത്യേകമായ രൂപത്തിൽ തന്നെ അത് ആക്കലൊക്കെ. കാരണം സുന്നത്തായ ഒരു കർമ്മമാണ്, വെറുതെ അങ്ങോട്ട് വിളിക്കലല്ല, വെറുതെ അങ്ങോട്ട് എഴുതി കൊടുക്കല, ഒരു സുന്നത്തായ ഒരു കർമ്മമാണ്. അതൊക്കെ നമ്മുടെ കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട അദബുകളിൽ പെട്ടതാണ്. അത് എത്ര കുട്ടിയായിരുന്നാലും ശരി, എത്ര 10-14 കുട്ടികൾ ഉണ്ടായിരുന്നാലും ശരി, കുട്ടിക്ക് ഓരോ കുട്ടിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിന്റെ പിതാവ് ഒന്ന് തന്നെയല്ലേ ഉണ്ടാവുക. അപ്പൊ ഓരോരുത്തർക്കും ചെയ്യേണ്ടത്. ചില കുട്ടികൾ ഇപ്പൊ പരാതി പറയാറുണ്ട്, ഞങ്ങൾക്ക് ഹഖീഖത്ത് അറുത്തിരാന്ന്. എന്നോട് പരാതി പറഞ്ഞിരിക്കണം കുട്ടികള്, എന്റെ മക്കള് പെൺകുട്ടികളാ പരാതി പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് ഹഖീഖത്ത് അറുത്തിട്ടില്ല. അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. അപ്പൊ ഇറ്റിങ്ങളെ മനസ്സിൽ ഇതുണ്ടല്ലോ, ഇറ്റിങ്ങൾ ഇത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവച്ചെടുക്കണ്ടല്ലോ. കുട്ടികൾ കുറച്ച് തിരുപാട് വന്നതിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ഹഖീഖത്ത് അറുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഹഖീഖത്ത് അറുത്തിട്ട് ഓരോട് പറഞ്ഞത് ഞങ്ങളെ ഹഖീഖത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഓൾക്ക് സന്തോഷമായി, ഇത് നിങ്ങളെ ഹഖീഖത്താണ് എന്ന് പറഞ്ഞിട്ട് ഓൾക്ക് സന്തോഷമായി. അപ്പൊ ഓല ഹഖീഖത്താണെന്ന് അറിഞ്ഞിട്ട് ഓൾക്ക് ഇറച്ചി തിന്നാനായി. മറ്റേ ചെറുപ്പത്തിലാണ്, ഇപ്പൊ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇറച്ചി തിന്നുന്ന രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ അതൊക്കെ ഉണ്ട്, ഓലെ മനസ്സിൽ അത് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആവണ സമയത്ത് നമ്മളത് ചെയ്യണം, നമ്മൾ ആവണ അവസരത്തിൽ അത് ചെയ്യണം. എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി കുട്ടികൾ ശഫാഅത്ത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹഖീഖത്ത് അറക്കാതിരുന്നാൽ, ഹഖീഖത്ത് അറക്കാൻ കഴിവുള്ള ആള്, മക്കൾക്ക് ഹഖീഖത്ത് അറക്കാൻ കഴിവുള്ള ആള് ഹഖീഖത്ത് അറുത്തിട്ടില്ലെങ്കിൽ ഈ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാത്ത അവസ്ഥയുണ്ട് എന്ന് വരെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ കഴിവുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതാണ്, അങ്ങനെ ഹക്കീക്കത്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതൊക്കെ കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട കടമയിൽപ്പെട്ടതാണ്. ആ പേരിടുന്ന അവസരത്തിൽ അങ്ങനെ ബിസ്മി ഹംദു സലാത്തൊക്കെ ചൊല്ലി ആ മട്ടത്തിന് ആ പേരിട്ട് കൊടുക്കുക. ഇന്നി സമ്മൈത്തു ഹാദൽ മൗലൂദ, അല്ലെങ്കിൽ ഇന്നി സമ്മൈത്തു ഹാദൽ വലദ, പടച്ചോനെ ഈ കുട്ടിക്ക് ഞാൻ പേര് വെച്ചിരിക്കുന്നു, അബ്ദുള്ള എന്ന് പേര് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പേര് വെച്ചിരിക്കുന്നു, തഖബ്ബൽ മിന്ന, പടച്ചോനെ സ്വീകരിക്കണേ, കുട്ടിനെ നല്ല കുട്ടിയാക്കണേ എന്നൊക്കെ പറയല് അതൊക്കെ നല്ല ലക്ഷണത്തിൽപ്പെട്ടതാണ്. അതൊരു ചടങ്ങാണ്, ഒരു സുന്നത്തായ കാര്യമാണ്, നല്ല ലക്ഷണമാണ്. ഇനി നമുക്ക് അത് വല്യാപ്പാനെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കാം, ഉമ്മാനെ ഏൽപ്പിക്കാം, ആരെയും ഏൽപ്പിക്കാം, അതിന് വിരോധമൊന്നുമില്ല. അത് രക്ഷിതാവിന്റെ കടമയാണ് അങ്ങനെ പേര് വെക്കലെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മുഹമ്മദ് എന്നുള്ള പേര് അത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പേരാണ്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഈ പേരുകൾക്കാണ് ഫസ്റ്റ് സ്ഥാനം. ഒന്നാം നമ്പർ ആണുങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങൾക്ക് ഏറ്റവും സ്ഥാനമുള്ള പേര് അബ്ദുള്ള എന്നുള്ള പേരാണ്. കാരണം ബിസ്മില്ലാഹി എന്നുള്ള അള്ള ഉണ്ടല്ലോ, ആ അള്ള അബ്ദുള്ളയാണ് ഫസ്റ്റ് സ്ഥാനം. രണ്ടാമത്തെ സ്ഥാനം അബ്ദുറഹ്മാനാണ് രണ്ടാമത്തെ സ്ഥാനം. അതിനോടൊക്കെ കൂടിയിട്ട് റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് അബ്ദുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഇങ്ങനെ മുഹമ്മദ് എന്നുള്ള പേര് അതിന് വലിയ സ്ഥാനമുണ്ടെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിലെ മുഹമ്മദ് എന്നുള്ള പേര് അലാ ലിയഖും മനിസ്മുഹു മുഹമ്മദ് ഫൽയദ്ഖുലുൽ ജന്ന എന്ന് വിളിച്ചു പറയുന്ന, ഖിയാമത്ത് നാളിൽ മുഹമ്മദ് എന്നുള്ള പേര് ഉള്ള ആൾക്കാരൊക്കെ എണീച്ചാട്ടെ. ആ വാക്കന്നെ നല്ല രസ, അലാ ലിയഖും മനിസ്മുഹു മുഹമ്മദ്, അങ്ങനെ ഖിയാമത്ത് നാൾ വിളിച്ചു പറയുന്ന. ഇദാ കാന യൗമൽ ഖിയാമത്തി നാദാ മുനാദിൻ, ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, ഇങ്ങനെ നടന്നിങ്ങനെ വിളിച്ചു പറയും, അലാ ലിയഖും മനിസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരുള്ള ആൾക്കാരൊക്കെ എണീറ്റാട്ടെ, എല്ലാവരും എണീറ്റാട്ടെ, ഫൽയദ്ഖുൽ ജന്ന, ഒലക്ക് സ്വർഗത്തേക്ക് പോയിക്കാട്ടെ എന്നിങ്ങനെ പറയുന്ന. അതുകൊണ്ട് നമുക്ക് പേരിട്ടപ്പോ വാപ്പ മുഹമ്മദ് എന്നിട്ട്, എന്റെ പേര് മുഹമ്മദ് അബ്ദുൽ വാസിയാണ്, ഒരു അബ്ദുൽ വാസി അല്ല, എന്റെ പേരിന്റെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ട്. ഞാൻ എന്റെ കുട്ടികൾക്കൊക്കെ മുഹമ്മദ് എന്ന് കുട്ടികളുടെ പേരില് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ ഒരു പേരോട് കൂടെ പേരിട്ടിട്ടുള്ളൂ. അത് അങ്ങനെ പേരിട്ടാൽ വലിയ സ്ഥാനമുണ്ടെന്നും, അതോടുകൂടെ തന്നെ മുഹമ്മദ് എന്നുള്ള പേരിലുള്ള ആളുകളൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയോ? ഇദാ സമ്മൈത്തും മുഹമ്മദൻ ഫലാ തദ്രിബൂഹു, നിങ്ങളെ കുട്ടിക്ക് മുഹമ്മദ് പേരിട്ട് ഞാൻ അടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇദാ സമ്മൈത്തും മുഹമ്മദൻ ഫലാ തദ്രിബൂഹു, നിങ്ങൾ ഓനെ അടിക്കരുത്, ഓനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വരെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മുഹമ്മദ് എന്ന് പേരിടല് അത് വലിയ ശ്രേഷ്ഠത ഉള്ള വിഷയമായി മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പേരിടുന്ന വിഷയം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. അത് സുന്നത്താണ്, അതൊരു വലിയ ചടങ്ങാണ്. ആ പിന്നെ മരിച്ചുപോയ കുട്ടികൾക്ക് വരെ പേരിടൽ സുന്നത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രസവിച്ച അന്ന് ഹക്കീക്കത്ത് അറുക്കുന്നില്ലെങ്കിൽ അന്ന് പേര് വെക്കുക, അല്ലെങ്കിൽ 7ന്റെ അന്ന് പേര് വെക്കുക. ഇങ്ങനെയാണ് അതിന്റെ ക്രമമുള്ളത്. പിന്നെ നമുക്കുള്ളൊരു കർമ്മമുള്ളത് മുടി കളയലാണ്. തർത്തീബ് പ്രകാരം ആദ്യം പേര് വെക്കലാണ്. ആദ്യം പേര് വെച്ച് പിന്നെ ഹക്കീക്കത്തറുത്ത്, പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടിന്റെ തലയിൽ കത്തിവെക്കലും ഈ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കലും കൂടി ഒരേ സമയത്താവണമെന്ന് എവിടുന്നോ വന്നതാണ്, ആരോ പറഞ്ഞതാണ്. അങ്ങനെ യാതൊരു ഹദീസോ തെളിവുകളോ ഒന്നും കിതാബിൽ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. അതാണെങ്കിലും ക്രമം ശരിയല്ലേ? ആദ്യം പേര് വെച്ചിട്ട് പിന്നെ ഹക്കീക്കത്തറുത്തിട്ട് പിന്നെ മുടി കളയുക എന്നുള്ളതാണ് എന്റെ ക്രമം. അങ്ങനെ വേറെ ഒന്നും കാണുന്നില്ല. അപ്പൊ ആ മുടി കളയുക, ആ മുടി കളയലും നേരത്തെ പറഞ്ഞതുപോലെ അത് 7ന്റെ അന്ന് സുന്നത്താണ്. 7ന്റെ അന്നല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ ക്രമപ്രകാരം ഏത് ദിവസവും ആകാം. ഈ ഹക്കീക്കത്ത് അറുക്കുന്നില്ലെങ്കിൽ മുടി കളയാം, അത് വേറെ സുന്നത്താണ്. ഹക്കീക്കത്ത് അറുക്കുമ്പോഴേ മുടി കളയണ്ടുള്ളൂ എന്നില്ല. ഹക്കീക്കത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറക്കാൻ കഴിയണത്. അല്ലെങ്കിൽ ഹക്കീക്കത്ത് ചെയ്യുന്നറുത്തു, മുടി പിന്നെ 14 കളഞ്ഞു. ചില കുട്ടികൾക്ക് മുടി കളയാൻ പ്രയാസം ഉണ്ടാവും. കുറച്ച് ഓപ്പറേഷൻ ഒക്കെ ചെയ്താൽ തയ്യാത്ത കുട്ടികൾക്കൊക്കെ മുടി കളയാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ ഓരോ മുടി കുറച്ച് കഴിഞ്ഞിട്ട് കളഞ്ഞോട്ടെ. അതുകൊണ്ട് ഇപ്പൊ ഹക്കീക്കത്ത് അറക്കണമെന്ന് വിരോധമൊന്നുമില്ല. മുടി കളിച്ചിട്ട് കുറച്ച് അന്നും ആക്കുക, ഹക്കീക്കത്ത് വേറെ ആക്കുക. എല്ലാം കൂടി ഒറ്റ ദിവസം ആക്കിക്കൊള്ളണമെന്നൊന്നുമില്ല, അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ഒറ്റ ദിവസത്തിലാക്കാവുന്നതുമാണ്. അപ്പൊ അങ്ങനെ പേരിട്ടതിന് ശേഷമാണ്, നേരത്തെ പറഞ്ഞ ഹക്കീക്കത്തും അറുത്തതിന് ശേഷമാണ് മുടി കളയൽ ഉള്ളത്. അങ്ങനെ മുടി കളയുമ്പോ ആ മുടി കളഞ്ഞതിന് ശേഷം ആ കളയപ്പെട്ട മുടിയുടെ തൂക്കം അനുസരിച്ച് സ്വർണം സദക്ക ചെയ്യൽ സുന്നത്താണ്. അപ്പൊ അതിന്റെ തൂക്കം മുമ്പൊക്കെ അതിന് കളയാൻ വരുന്ന ഒസ്സന്മാരെ കയ്യിൽ ഒരു തുലാസ് ഉണ്ടാവും. എന്നിട്ട് അതിൽ തൂക്കി നോക്കും. അതിൽ തൂക്കി നോക്കിയിട്ട്
ഒരു 50 ഗ്രാമിൻ്റെ ഒക്കെ താഴെ ഉണ്ടാവുള്ളൂ. 50 ഗ്രാം, ഒരു 25-30 ഗ്രാമൊക്കെ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ തൂക്കം അനുസരിച്ച് സ്വർണം സദക്ക ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സ്വർണം സദക്ക ചെയ്യുക, വെള്ളി സദക്ക ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ സദക്ക ചെയ്യുക. അത് രണ്ടും പറ്റുന്നില്ലെങ്കിൽ അതിന്റെ വില സദക്ക ചെയ്യാവുന്നതാണ്. നമുക്ക് നാട്ടിലൊക്കെ ചെയ്യാറുള്ളത് അതിന്റെ വില സദക്ക ചെയ്യലാണ്. അതിന്റെ പൈസ എത്ര പൈസ ഉണ്ട് എന്നുള്ളത് സദക്ക ചെയ്യാം. അത് അവിടെ സദക്ക ചെയ്യാം, നമ്മുടെ നാട്ടിൽ സദക്ക ചെയ്യാം, അവിടെ തന്നെ സദക്ക ചെയ്യലാണ് അത് അഫ്ളലുള്ളത്. അങ്ങനെ സദക്ക ചെയ്യൽ സുന്നത്താണ്. മുടി കളഞ്ഞതിന് ശേഷം ആ തലമ്മല് കുങ്കുമം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഫസ്റ്റിൽ ആ മുട്ടത്തലമ ആദ്യം കാണുന്ന മുട്ടത്തലമ്മല് ആ കുങ്കുമമുള്ള ആ വെള്ളം അത് ഒന്ന് തേക്കലും സുന്നത്താണ്. അത് ഈ തലക്ക് ഒരുപാട് അസുഖങ്ങൾ മാറാനും ഈ ബുദ്ധി അതൊക്കെ വികസിക്കാനും പല കാരണങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊരു സുന്നത്തായിട്ട് തന്നെ നമ്മുടെ ഫുഖഹാക്കൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു കുങ്കുമത്തിന്റെ ഒരല്ലിയോ മറ്റോ കുറച്ച് വെള്ളത്തിലിട്ടാൽ കിട്ടും. അത് കുറച്ചെല്ലാം ഉണ്ട്, ചെറിയ തലല്ലേ, അപ്പൊ കുറച്ച് അത് വേണ്ടതുള്ളൂ. അങ്ങനെ ഫസ്റ്റിൽ മുടി കളഞ്ഞതിന്റെ ശേഷം തലമ്മ തേക്കുന്നത് അതാവലും സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സംബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ വലത്തെ ചവിട്ടിൽ ബാങ്കും ഇടത്തെ ചവിട്ടിൽ ഇഖാമത്തും കൊടുക്കുമ്പോൾ ആ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വലത്തെ ചവിട്ടില് ഇന്ന അൻസൽനാഹു സൂറത്ത് ഓതി കൊടുക്കലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി കൊടുക്കലും ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആയത്ത് ഓതി കൊടുക്കലും സുന്നത്താണ്. ഇന്ന അൻസൽനാഹു സൂറത്ത് നമുക്ക് മനപ്പാടുള്ളതാണ്. അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നമുക്ക് മനപ്പാടുള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആയത്ത് മനപ്പാടാക്കാവുന്നേ ഉള്ളൂ. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാൻ വലിയ ഫലവത്തായൊരു ദുആയാണ്. കാരണം കുട്ടികളൊക്കെ വടക്കാകുന്നത് പിശാചിന്റെ കൂട്ടത്തിൽ പെട്ടിട്ടാണ്. എല്ലാ കുട്ടികളും എല്ലാവരും വടക്കാവുന്നത് പിശാചിന്റെ സ്വാധീനം. ഗസാലി ഇമാം യഹ്യയിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദിവസങ്ങളായി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടക്ക് ചില ചേഞ്ച് വരുത്തുകയാണ് ഞാൻ. അതാ ഇങ്ങനെ ആവണ്ട, ഒരു ഒറ്റ വിഷയം തന്നെ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും മാറ്റി പറയാണ്. കേൾക്കുന്ന ആൾക്കാർക്കൊരു ആവേശം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിഷയങ്ങൾ മാറ്റിയാണ്. നമുക്കത് ഇനി പറയാനുണ്ട്. മനുഷ്യനെ വല്ലാതെ നശിപ്പിക്കുന്ന എല്ലാ പണികളും പിശാച് എടുക്കും. അപ്പൊ ആ കുട്ടികളെ തുടക്കത്തിൽ തന്നെ പിശാചിന്റെ ഷെറിൽ നിന്ന് കാക്കാൻ വേണ്ടിയുള്ള ഒരു ദുആയാണ്. പടച്ചോനെ ഈ കുട്ടിനെ പിശാചിന്റെ ഷെറിൽ നിന്ന് കാക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അതും വലത്തെ ചവിട്ടിൽ ഓതി കൊടുക്കൽ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെയാണ് ഈ കുട്ടിക്ക് ഈന്തപ്പഴം ചവച്ചരച്ച് സോഫ്റ്റായി കൊടുക്കേണ്ടത്. അപ്പൊ തന്നെയാണ്, പിറ്റേസൊന്നല്ല, അപ്പൊ തന്നെ അത് കൊടുക്കണം. ഈന്തപ്പഴം നല്ല ഈന്തപ്പഴം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഈ ചവച്ചരച്ച് കൊടുക്കുന്ന വ്യക്തി അവന്റെ വായ നല്ലപോലെ കഴുകി വൃത്തിയാക്കി. കാരണം എപ്പോഴും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള വളരെ നോർമൽ കുടലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. 1 മണിക്കൂർ 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ ലേബർ റൂമിന്റെ മുന്നിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വായ മൂടിയിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ട് ആ വായ കൊണ്ടിട്ടാവരുത്. അപ്പൊ അതൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി നല്ലപോലെ പല്ലൊക്കെ തേച്ച് എന്നിട്ടായിരിക്കണം. പല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും ഉച്ചിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പല്ലി കുത്തി കൊണ്ടൊക്കെ വൃത്തിയാക്കിയിട്ടാകണം. കാരണം ഈ പല്ലിന്റെ ഇടയിൽ രാത്രി ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി അവിടെ ഇരുന്നിട്ട് ചവച്ചെടുക്കുമ്പോൾ അത് കുടുങ്ങിയാൽ ഇത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരും. അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച രൂപത്തിലായിരിക്കണം ഈ ഈന്തപ്പഴം കൊടുക്കേണ്ടത്. ആ ഈന്തപ്പഴം പിന്നെ ഒരു തേനിലിട്ട് കൊടുക്കുകയോ സംസം വെള്ളത്തിൽ മുക്കി കൊടുക്കുകയോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഈന്തപ്പഴം കൊടുക്കാനേ പറയുള്ളൂ. പറയാത്തത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്താൽ മതിയല്ലോ. അവിടെ സ്വാലിഹായ ഒരു മനുഷ്യൻ ബിസ്മി എല്ലിട്ട് അത് വായിലിട്ടിട്ട് ചവച്ചരച്ചിട്ട് ആ ബിസ്മിന്റെ ബർക്കത്ത് കുട്ടിന്റെ ഈ വയറ്റിലേക്ക് എത്താനാണത്. ഒന്ന്, ഈന്തപ്പഴത്തിന് ഒരുപാട് ഔഷധ വീര്യങ്ങളുണ്ട്. കാലി വയറ്റിലേക്ക് എത്തേണ്ടത് അതാണ്. ഒരുപാട് ഔഷധ വീര്യങ്ങളുണ്ട്. രണ്ടാമത്തെ ബിസ്മി എല്ലിട്ടൊരു സ്വാലിഹായ മനുഷ്യൻ ചവച്ചരച്ചിട്ട് ആ ബിസ്മിന്റെ ബർക്കത്തുകൊണ്ട് ഈ കുട്ടി നന്നായി കിട്ടും. അതിനാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് സ്വാലിഹായ ഒരു മനുഷ്യൻ കയ്യുമെടുക്കുമ്പോൾ ഈ കയ്യിന്റെ നഖത്തിന്റെ ഇടയിലൊക്കെ ചളി ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതൊന്നും ഇല്ലാത്ത രൂപത്തിലാകണം. അല്ലെങ്കിൽ കുട്ടീന്റെ വായിലേക്ക് ഫസ്റ്റിൽ എത്തില്ലേ, ഇൻഫെക്ഷൻ വരാനൊക്കെ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് ഈന്തപ്പഴം മധുരം തൊട്ട് കൊടുക്കുക. അത് തൊട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചുണ്ടുമ്പോ വെച്ച് കൊടുത്താൽ പോരാ. അങ്ങനെ അത് ചുണ്ടുമ്പോ നമ്മൾ കൈ കൊണ്ട് നോക്കുമ്പോൾ കുട്ടി വായർക്കും. എനിക്കൊക്കെ ഒരുപാടാണ്, ഞാനൊക്കെ ഒരുപാട് കണ്ട. ഈ ചുണ്ടുമ്പോ കൈ വെച്ചാൽ കുട്ടി വായർക്കും. വായർക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ തൊണ്ടയെ നമ്മുടെ ഹൽക്കിൽ തട്ടാനും പാടില്ല. ഞാക്ക് തട്ടി കുട്ടി ഛർദ്ദിക്കും. അപ്പൊ ഇല്ലാത്തിരിക്കും പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ
നോക്കാം അങ്ങനെ നിറഞ്ഞെടുത്തുന്നതാണ്. നബിസല്ലാസ്മാ തങ്ങൾ തന്നെ അബൂ തൽഹത്ത് റളിയല്ലാഹുവിന്റെ കുട്ടിനെ കൊണ്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ ആ കുട്ടി ഇങ്ങനെ നുഴഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ് കണ്ടില്ലേ, മദീനക്കാർക്ക് ഈത്തപ്പഴത്തിനുള്ള പൂതി എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ ഈത്തപ്പഴം ഇങ്ങനെ നുഴഞ്ഞ് കാണാൻ എവിടുന്ന കുട്ടിക്ക് ആരെ പഠിപ്പിച്ചു കൊടുത്തത്? ആരപ്പത് പഠിപ്പിച്ചു കൊടുത്തത്? ഒക്കെ പ്രകൃതിപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ ഈ സുന്നത്തുകളൊക്കെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. അവിടെ അപ്പോൾ തന്നെ അവിടെയും ഇബ്ലീസ് വന്നുകാണ്ട് ഈ സന്തോഷം, അള്ളാഹ് ചെയ്ത വലിയ നിഅമത്ത്, അള്ളാഹ് ചെയ്ത വലിയൊരു അനുഗ്രഹം, ഒരു കുട്ടീനെ, നമ്മുടെ തറവാട്ടിക്ക് ഒരു കുട്ടീനെ അള്ളാഹു തന്നല്ലോ, നമ്മളെ തറവാട്ടിലെ അംഗങ്ങൾ കൂടുതലാവുകയാണല്ലോ, അപ്പോഴും ഒരു ഹറാമ് ചെയ്യിപ്പിക്കും ഇബ്ലീസ്. അപ്പത്തിന് നമ്മളെ ഭാര്യ അല്ലെങ്കിലും പിന്നെ മറ്റു മക്കൾ, പെൺകുട്ടികളെ എല്ലാവർക്കും കൂടി മിഠായി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ, ലേബർ റൂമിന്റെ മുമ്പിലുള്ള ആൾക്കാർക്കും മറ്റവർക്കൊക്കെ ഇങ്ങനെ മിഠായി വിതരണം ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അത് ഈ പെണ്ണിങ്ങനെ കൊണ്ട് വിതരണം ചെയ്യുമ്പോഴാണ് പ്രശ്നം. മിഠായി വിതരണം ചെയ്യുക, ഇത് നമ്മളെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ അമ്മായിമ്മ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കണ്ട ആണുങ്ങൾക്കൊക്കെ ഇത് കൊണ്ടേ കൊടുക്കുക, ഈ മിഠായി കൊണ്ടേ കൊടുക്കുക, കണ്ട ആണുങ്ങൾക്ക്. അപ്പൊ ഒരു ഹറാമായില്ലേ ആണുങ്ങൾക്ക് കൊടുക്കുക? അപ്പൊ അങ്ങനെ കൊടുത്തോളം എന്താ ഉള്ളത്? അങ്ങനെ മിഠായി വിതരണം ചെയ്യാന്ന് പറയുന്നൊരു അത് സുന്നത്തൊന്നും കാണില്ല. ഇല്ലാത്ത സുന്നത്തൊക്കെ ഇപ്പൊ നമ്മൾ വലിയ സുന്നത്താക്കണം. മിഠായി വിതരണം ചെയ്യുകൊണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഈ പെണ്ണ് ഇങ്ങനെ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുക ഞാൻ കണ്ടതാണ്. ഒരു പെണ്ണിനോട് ഞാൻ ചൂടായതുമാണ്, എന്തിനെപ്പോ ഇതിലൊക്കെ നടക്കുന്നത്, ഞാൻ അന്യപുരുഷനല്ല, എനിക്ക് മുട്ടായി തരാൻ പാടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പെണ്ണാണ് പോയി. അത് ചോദിക്കല്ലാന്ന് നിർത്തി അപ്പോഴൊരു പഠിക്കുള്ളൂ. ഏത് പെണ്ണ എന്ത് പെണ്ണാന്നപ്പോ എനിക്കറിയാം. എന്റെ വാലത്തിൽ പെട്ട പെണ്ണൊന്നും ആവില്ലല്ലോ. അപ്പൊ എനിക്ക് അപ്പോഴേ പറയാൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അത് പഠിച്ചെങ്കിൽ ഹൈറായി. അപ്പൊ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. നിങ്ങളൊക്കെ പറയണത് നിങ്ങൾ മുട്ടായി ഇങ്ങനെ കൊണ്ടടക്കില്ല, നല്ലൊരു റഹ്മത്ത് അള്ളാഹ് ബർക്കത്ത് ചെയ്തത് നിങ്ങൾ ഹറാം കൊണ്ട് നാശാക്കല്ലേ, അത് നിങ്ങളൊന്നും കൊണ്ടുകൊടുക്കണ്ട. അത് കണ്ട ആണുങ്ങൾക്ക് നിങ്ങൾ എന്തിനാ കൊണ്ടേ കൊടുക്കുന്നത് എന്ന് നമുക്കൊക്കെ പറയാമല്ലോ. എന്തോ കുഴപ്പമുള്ളത്, നമുക്കൊക്കെ അറിയേണ്ട സംഗതിയല്ലേ. അത് അങ്ങനെ കുറെ സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് അത് സംബന്ധമായി പറയാനുള്ളത്. പിന്നെ പ്രസവ വേദന അനുഭവപ്പെടുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രസവവേദന അനുഭവപ്പെടുന്ന പെണ്ണ് ആ പെണ്ണിന്റെ അരികിൽ ഇരുന്നിട്ട് ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. പ്രസവവേദന പെണ്ണിനെ അനുഭവിക്കുമ്പോൾ അത് നല്ല എളുപ്പം കിട്ടാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതൽ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ ഇന്ന റബ്ബക്കുമുല്ലാഹു എന്നുള്ള ആയത്തും, ഈ ആയത്തും അതൊക്കെ ഈ ആയത്തുൽ കുർസിയും അതേപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും പ്രസവവേദന അനുഭവപ്പെടുന്ന പെണ്ണിന്റെ അരികിലുള്ള ആൾക്കാർ അവർക്ക് ഓതൽ സുന്നത്താണ്. ആ പ്രസവവേദന എളുപ്പമാകുമെന്നും ഇന്ന റബ്ബക്കുമുല്ലാഹു എന്നുള്ള ആ ആയത്ത് ഓതിക്കൊടുക്കലും ആ പ്രസവവേദന എളുപ്പാകാൻ നിമിത്തമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ജല്ലജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളൊക്കെ എടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നമുക്ക് നൽകുന്നത് നമ്മളെ പി മുഹമ്മദ് ഹാജി ഷെരീഫിന്റെയും അബ്ബാസിന്റെ ഒക്കെ ഉപ്പയായ പി മുഹമ്മദ് ഹാജിന്റെ പേരിൽ ദ്വാരക്കാനാണ്. പള്ളിയിലൊക്കെ എപ്പോഴും വന്ന് ജമാഅത്തിനൊക്കെ പങ്കെടുത്തിരുന്ന ആളായിരുന്നു. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി പ്രയാസപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച പിന്നെ ഞാൻ പരപ്പനങ്ങാടിയിൽ ഓതിയിരുന്നപ്പോൾ ഭക്ഷണം തന്നിരുന്ന അവിടുത്തെ വീട്ടുകാരൻ്റെ മകൻ അദ്ദേഹം മരണപ്പെട്ടു പോയി. വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറിയിരുന്ന ആൾക്കാരായിരുന്നു. 10 വയസ്സിൽ അവൻ ഓതാൻ പോയപ്പോൾ വളരെ മോനെ എന്ന് വിളിച്ചിട്ടേ ഭക്ഷണം തരുള്ളൂ. ഇൻഡോന് കഴിച്ചോളിട്ടാ, ഇൻഡോന് തിന്നോളിട്ടാ, അങ്ങനെ പറയാം അവര്. ഇൻഡോന് തിന്നോളിട്ടാ, ഇൻഡോന് കഴിച്ചോളിട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വലിയ സ്നേഹത്തോടുകൂടെ ആ പുരക്കാരൻ ഹാജിയിൽ കുഞ്ഞോനാജി എന്ന് പറയുന്ന ആള് ഉപ്പ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ അത്രക്കും വലിയ സ്നേഹത്തോടുകൂടെ വളർത്തിയ ആൾക്കാരാണ് അവര്. മരിച്ചുപോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മളെ അനുകൂലിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണം അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله.